ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു മിന്ത്ര ആൻഡ് അജിയോ കളക്ഷൻസ് ആണ്. അതിൽ ഒരെണ്ണം ഒരു ട്രഡീഷണൽ ആയിട്ടൊരു കുർത്തയും ബാക്കി കുറച്ച് ഓഫീസ് വെയർ ആയിട്ടുള്ള ട്രൗസേഴ്സും പിന്നെ ഓഫീസിലോട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ടോപ്സും അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ടോപ്സും ഒക്കെയാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുർത്തയാണ്. ഇതെൻ്റെ മുന്നത്തെ ഒരു ഷോർട്സിലും ഞാൻ ഈ കുർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ലീവ്ലെസ് കുർത്തയാണത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ്സ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് പിങ്ക് കളറാണ്. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു ഒരു ഗോൾഡൻ പ്രിന്റ് വന്നിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടോ, ഞാനൊരു 3-4 തവണ യൂസ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഭയങ്കരമായിട്ട് എന്താ പറയുക, സോഫ്റ്റായിട്ട് ഭയങ്കര ശ്രദ്ധിച്ച് വാഷ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. കാരണം ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു പ്രിന്റ് ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വാഷ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ ഈ സ്ലിറ്റിൽ വന്നിട്ട് സ്ലിറ്റ് ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്ലിറ്റ് വന്നിട്ട് ഒരു ഗോൾഡൻ വർക്ക് വന്നിട്ടുണ്ട്. അടിയിലും ഇങ്ങനെ തന്നെ വർക്ക് ഉണ്ട്. പറഞ്ഞ പോലെ സ്ലീവ്ലെസ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കഴുത്ത് വരുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ള സ്മോൾ സൈസാണ്. ഇതിൻ്റെ പാൻസ് വന്നിട്ട് ഇതൊരു ഹാഫ് ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇലാസ്റ്റിക് ഇല്ല, പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ്. പാൻസിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിയിലായാലും ശരി പ്രത്യേകിച്ച് വർക്കില്ല. പ്ലെയിൻ ആയിട്ടുള്ള പിങ്ക് കളറിലാണ്, ആ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടാണ് പാൻസ് വന്നിട്ടുള്ളത്. ഇതിനൊരു ഷോളും ഉണ്ട്. ഷോളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ എന്താ പറയാൻ എനിക്കറിയില്ല, ഗോൾഡൻ സാധനം ഫുൾ 4 സൈഡിലുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇടുന്നതിൻ്റെ ഫോട്ടോ വീഡിയോ സൈഡിൽ കൊടുക്കാം. ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, റയോൺ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നരയ്ക്കും എന്നുള്ള പേടിയില്ല, പക്ഷേ എന്നാലും ശ്രദ്ധിച്ചാൽ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഫസ്റ്റത്തെ. സൂപ്പർ അടിപൊളിയായിട്ട് നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു കളറുമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ഇതിട്ടാൽ കുറച്ചൊരു ബ്രൈറ്റൻ ആവും നമ്മുടെ ഫേസ്. സെക്കൻഡ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ അജിയോന്ന് മേടിച്ചതാണ്. ഇതാണ് ടോപ്പ്. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്രൗസേഴ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. ഹാഫ് സ്ലീവ് ആണ്. സ്ലീവിൻ്റെ ഇവിടെയും ഒരു എലാസ്റ്റിക് ഉണ്ട്. അതൊരു അംബ്രല കട്ട് മാതിരി ഒരു ടോപ്പാണ്. നമ്മുടെ ഇവിടെയും ഒരു എലാസ്റ്റിക് ആണ്. പിന്നെ താഴേക്ക് ഇങ്ങനെ. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് അജിയോ എന്നാണ്. സ്മോൾ സൈസാണ്. ഇതും ഞാൻ 1-2 തവണ യൂസ് ചെയ്തിട്ടുള്ള 1-2 തവണയല്ല, എനിക്ക് തോന്നുന്നു അതിലേറെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കളർ ഇളകി പോകുക അങ്ങനെ നരയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് തോന്നുന്നു. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. സോ ഇതാണ് നെക്സ്റ്റ് ടോപ്പ്. തേർഡ് വന്നിട്ട് ഒരു ട്രൗസറാണ്. നമ്മൾ സാറയുടെ ഒക്കെ ഒരു മോഡൽ ട്രൗസറാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഇത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റ് ട്രൗസറാണ്. ഞാൻ എല്ലാം പെയർ ചെയ്ത് വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതും ഭയങ്കര അടിപൊളിയായിട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അത് ഒരു ഓഫീസ് വെയർ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഫോർമൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളറിനായിട്ട് മാച്ച് ചെയ്ത് പോകാൻ പറ്റും. ബേജ് അല്ലെങ്കിൽ ബ്ലാക്ക്, ഇതൊക്കെ നമുക്ക് എല്ലാത്തിനും കൂടെ പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കളറാണ്. സോ ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രൗസർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്സിൻ്റെ കൂടെ ഒരുപാട് ഷർട്ടിൻ്റെ കൂടെ ഒക്കെ മാച്ച് ചെയ്ത് പെയർ ചെയ്തിടാൻ പറ്റും. സോ ഇതാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. ഒരു സിപ്പ് ക്ലോഷർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടണും വന്നിട്ടുണ്ട് ഉള്ളിൽ. ഇതാണ് നെക്സ്റ്റ് വൺ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രൗസറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു ടൈപ്പ് ട്രൗസറാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതൊരു നേവി ബ്ലൂ കളറാണ്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടാവും. ഇതൊരു നേവി ബ്ലൂ ആണ്. ഇതും ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ആണോ? ഇതും ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ട്രൗസറാണ്. നമുക്ക് ഓഫീസിലോട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ട്രൗസറാണ്. നേവി ബ്ലൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലാക്കും ബേജും മാതിരി തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്ത് ഇടാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പ്രൈസും സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ സൈസ് വന്നിട്ട് 28 ആണ്. എക്സസ് ഓർ സ്മോൾ ആണ് വാങ്ങിയിട്ടുള്ളത്. 28 ആണ് ട്രൗസേഴ്സിൻ്റെ സൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഷർട്ടാണ്. ഇത് നമുക്ക് ഒന്നെങ്കിലും ഒരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. 2 തരത്തിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് അജിയോയിൽ നിന്നാണ്. തോന്നുന്നു സ്മോൾ സൈസാണ്. പക്ഷേ ഇത് കുറച്ചൊരു ലൂസ് ഫിറ്റ് വരുന്നൊരു ഷർട്ടാണ്. നമുക്ക് 2 തരത്തിലും സ്റ്റൈൽ ചെയ്യാം. ഒന്നെങ്കിൽ ഓഫീസ് വെയർ ആയിട്ട് ഒരു ഫോർമൽ വെയറിലും ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ടും ഒരു ഷർട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ലൈൻസ് വരുന്ന ഒരു ഷർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതും കുറച്ചൊരു ലൂസ് ഫിറ്റ്, നേരത്തെ കാണിച്ച പോലെ കുറച്ചൊരു ലൂസ് ഫിറ്റ് ഉള്ള ഷർട്ടാണ്. ഫുൾ സ്ലീവ് ആണ്. ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല. ഇതെന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ലൂസ് ഫിറ്റ് ആണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ. നല്ല കംഫർട്ടബിൾ ആണ്. വാഷ് ചെയ്താലൊന്നും കളർ ഇളകി പോകാൻ നരയ്ക്കൊന്നും ചെയ്യില്ല. നല്ല മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് സീത്രൂ ആണ്. സോ നമ്മൾ അതിനനുസരിച്ച് ഉള്ളിൽ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. സോ ഞാനിതെങ്ങനെ പെയർ ചെയ്യാറെന്ന് വെച്ചാൽ ഞാനൊരു ബ്ലാക്ക് ടാങ്ക് ടോപ്പ് അതിൻ്റെ ഉള്ളിലിടാറുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇത് ഇടാറ്. അപ്പോൾ നിഴലടിക്കുന്ന മാതിരി തോന്നാറില്ല. ഇതും നമുക്ക് ഒന്നെങ്കിൽ ഫോർമലായിട്ടും സ്റ്റൈൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടും സ്റ്റൈൽ ചെയ്യാം. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് 2 തരത്തിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നെക്സ്റ്റ്.
സോ ഇതാണ് നെക്സ്റ്റ് വൺ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ട്രൗസർ ആണ്, ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ബ്ലാക്ക് ട്രൗസർ. നേരത്തെ ഞാനൊരു ബേജ് കളർ ട്രൗസർ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു സാറയുടെ ഒരു സാറ മോഡൽ ഒരു ട്രൗസറാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഒരു ട്രൗസർ അല്ല, ഭയങ്കര കട്ടിയില്ല, ഭയങ്കര തിന്നുമല്ല, ഒരു ആവറേജ് നമുക്ക് കുഴപ്പമില്ല വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളതാണ് ഈ ട്രൗസർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രൗസർ എന്ന് പറയുന്നത് കുറച്ച് നല്ല തിക്കാണ്, കുറച്ച് നല്ല കട്ടിയുണ്ട്. നമുക്കതുകൊണ്ട് ധൈര്യമായിട്ട് വെയർ ചെയ്യാം. ഭയങ്കര കട്ടിയുള്ള ഒന്നാണ്. സാറയുടെ ഡ്യൂപ്പ് പോലത്തെ ഒരു ട്രൗസറാണ് ഇത്. സ്ട്രെയിറ്റ് ഫിറ്റ് ആണ്, ബ്ലാക്ക് ആണ്. ഇതിനും പോക്കറ്റ് ഉണ്ട്, രണ്ട് സൈഡിലും ഇതിനും പോക്കറ്റ് ഉണ്ട്, സിപ്പ് ക്ലോഷർ ഉണ്ട്. പക്ഷെ ഇതൊരു ഫോർമൽ വെയറിലൊക്കെ സ്റ്റൈൽ ചെയ്താൽ ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ട്രൗസറാണ് കേട്ടോ. സൂപ്പറാണ്, നമുക്ക് നന്നായി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഒരുപാട് കളേഴ്സിലൂടെ ഇത് പെയർ ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിനും കൂടെ മാച്ച് ആയി പോകും. സോ ഇതൊരു മസ്റ്റ് ഹാവ് ട്രൗസർ ആണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ഒരു ഓഫീസിൽ പോകണം, നമുക്ക് എന്തിനും കൂടെ പെയർ ചെയ്യാൻ പറ്റും, എന്തിനും കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ബ്ലാക്ക് അല്ലേ. സോ ഇതാണ് അടുത്തത്, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ട്രൗസർ ആണ്. ഇതിന്റെ സൈസ് വന്നിട്ട് സ്മോൾ ആണോ മീഡിയം ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മെൻഷൻ ചെയ്യാം സൈഡിൽ. സ്മോൾ ആണെന്ന് തോന്നുന്നു. സോ ഇതാണ് ലാസ്റ്റ് വൺ.